ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റ് ആണ്. സാധാ ഓംലെറ്റൊക്കെ എല്ലാവരും കഴിച്ച് മടുത്തോ? അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കൊന്ന് വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താലോ? വളരെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ്, വളരെ നേർത്ത കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും വളരെ നേർത്ത കനത്തിൽ, കണ്ടോ, വളരെ നേർത്ത കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് 2 വറ്റൽമുളക്. ഈ വറ്റൽമുളക് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് മുട്ട. ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. മുട്ടയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. പാനൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പൊട്ടറ്റോവും അതുപോലെ തന്നെ റെഡ് ചില്ലിയും കൂടെ ആ എണ്ണയിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ സവോളയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് ഇത് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. പൊട്ടറ്റോയൊക്കെ ഉടഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു പാൻ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ടേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്ത് കിട്ടും. ഈ സൈഡും കുക്കാവാനായിട്ടൊന്ന് മൂടി വയ്ക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ പൊട്ടറ്റോവും അതുപോലെ തന്നെ സവോളയും അതുപോലെ ഗ്രീൻ ചില്ലിയും എല്ലാം കൂടെ വെന്ത് നമ്മുടെ മുട്ടയിൽ ചേർന്ന് വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഓംലെറ്റൊക്കെ വീട്ടിൽ ഉണ്ടാക്കൂലേ? അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.